നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അനൂപിനും മീരയ്ക്കുമിടയിൽ വേദനയുണ്ടാവണം. അവര് പരസ്പരം താങ്ങായി നിന്ന് മാറ്റുന്ന വേദനയൊന്നും അല്ല. 206 എല്ലുകളിൽ ഏതെങ്കിലും കുറച്ച് എല്ലുകൾ പൊട്ടുമ്പോ ഉണ്ടാവുന്ന വേദന. ഞാൻ പറഞ്ഞെന്താന്ന് മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കി തരാം. നമുക്കേ ഒരാളെ ഒന്ന് കാണണം. അയാളെ കണ്ടു കഴിയുമ്പോഴേക്കും എല്ലാം മനസ്സിലാവും. പോകാം. അയാള് പിന്നീട് വിളിച്ചായിരുന്നോ? വിളിച്ചു. ഞാൻ ചെല്ലാന്നും പറഞ്ഞു. എനിക്ക് പോണോ അർച്ചന? എനിക്ക് കാണണം എന്റെ ഇക്കയെ കൊന്നയാളെ. എന്നിട്ട് എനിക്ക് ചോദിക്കണം എന്തിനെന്ത് ചെയ്തു. അർച്ചനയ്ക്കറിയാലോ എത്ര നാളായി ഞാൻ ഇതിന്റെ പിന്നാലെയാണെന്ന്. ഇപ്പോ കാര്യം ഇങ്ങോട്ട് വന്നിരിക്കുക. ഞാനതിൽ ഉപേക്ഷ കാണിച്ച ഞാൻ എന്നെ തന്നെ ചതിക്കുന്ന പോലെ ആയിപ്പോ. അതൊക്കെ ശരി. ഇനി ആ വിളിച്ച ഷാജഹാൻ എന്ന് പറയുന്ന ആൾ പറയുന്നൊക്കെ സത്യമാണെന്ന് എങ്ങനെ അറിയാം? ഡോക്ടർക്ക് ഉറപ്പുണ്ടോ അത്? ഞാൻ അയാളെ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാവും അയാളും ഭാര്യയും ചേർന്ന് എന്നോട് വീഡിയോ കോളിൽ സംസാരിച്ചത്. എന്തായാലും ഇത്ര ദൂരത്തുനിന്ന് വെറുതെ അയാൾ വിളിക്കില്ലല്ലോ. ഇത്രയും ദൂരം, അത് ഒറ്റയ്ക്ക് പോകരുതെന്ന് ഞാൻ പറയില്ല. ഡോക്ടറുടെ ജീവിതത്തിലെ വലിയൊരു കാര്യം ഇത്. പക്ഷേ സൂക്ഷിക്കണം. അറിയാലോ നമ്മുടെയൊക്കെ കാര്യങ്ങൾ എന്താ എപ്പോഴാന്ന് ഒന്നും അറിയില്ല. എനിക്കറിയാം. പോകുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിനായതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട് അർച്ചന. ഞാൻ തിരഞ്ഞു നടക്കുന്ന കൊലയാളിയെ കണ്ടതിന് ശേഷം എനിക്ക് എന്ത് സംഭവിച്ചാലും അതെനിക്കൊരു പ്രശ്നമേ അല്ല. ഡോക്ടറുടെ തീരുമാനം തന്നെ നടക്കട്ടെ. ഇതോടെ ജീവിതത്തിൽ വലിയൊരു കാര്യം നടക്കുമല്ലോ. സച്ചേട്ടന. ഹലോ സച്ചേട്ടാ. ആ, ഞാനങ്ങ് എത്തിയേക്കാം. ആ ശരി. നിങ്ങൾ എവിടേക്കാ? കുറെ നാളുകൊണ്ട് ഒരു പ്രശ്നമല്ലേ ഉള്ളൂ, സ്നേഹയുടെ വിവാഹം. ഞാനും സച്ചേട്ടനും കൂടി ജോൾസിനെ ഒന്ന് കാണാൻ പോവാ. അദ്ദേഹത്തോടൊന്ന് സംസാരിച്ച് ഈ വിവാഹം നീട്ടിവെപ്പിക്കണമെന്ന് അച്ഛനോട് നന്ദേട്ടനോടൊന്ന് പറയിപ്പിക്കണം. അതൊക്കെ നടക്കൂ? പല വാതിലുകളും മുട്ടി നോക്കുന്നതേ ഉള്ളൂ ഡോക്ടർ. ഏതെങ്കിലും ഒരെണ്ണം തുറക്കാതിരിക്കില്ല. ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിക്കും തന്നെയാ ഞങ്ങൾ കരുതുന്നത്. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളാ. എല്ലാം കഴിഞ്ഞിട്ട് ഇനി എന്നാണോ സമാധാനം ഇരിക്കാൻ പറ്റുന്നത്? എല്ലാം ശരിയാവും ഡോക്ടർ. ബാംഗ്ലൂർ ചെന്ന ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ തീർക്കുമ്പോഴേക്കും ഞാനും ഇവിടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിരിക്കും. അല്ല, നിങ്ങളൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ നേരമായല്ലോ. ചോദിച്ചിട്ടാണെങ്കിൽ കാര്യം എന്താണെന്ന് പറയുന്നുമില്ല. എന്തായാലും പറഞ്ഞോളൂ. ഞങ്ങൾ വന്നത് എന്റെ അനിയത്തിയുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാ. ആ വിവാഹത്തിന്റെ നാളും പൊരുത്തവും നോക്കി തീയതിയും സമയവും നിങ്ങളുടെ ജ്യേഷ്ഠൻ വന്ന് കുറിച്ചു വാങ്ങി പോയതാണല്ലോ. അതെ, ആ കാര്യം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്നേഹിക്ക് വേണ്ടി അച്ഛനും നന്ദേണ്ണനും കണ്ടെത്തിയ ധനുഷ് എന്ന് പറയുന്ന ആള് അത്ര നല്ലതല്ല. ശരിയല്ലെന്ന് പറഞ്ഞാ സ്നേഹയെന്നല്ല, ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത അയക്കില്ല. പല കേസുകളിലെയും പ്രതിയാണ് അയാള്. മാത്രമല്ല, ധനുഷ് എന്നല്ല അയാളുടെ പേര്, ഷാഹിർ മുഹമ്മദ് എന്ന. കൊലപാതക കുറ്റം വരെ ചെയ്ത ആളാ ഈ ധനുഷ്. എന്റെ അനിയത്തിയെ, ഏട്ടനെയും അച്ഛനെയും എല്ലാം അയാൾ ചതിക്കായിരുന്നു. ഓ, ഇതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യമല്ലേ? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ എന്നോട് പറഞ്ഞതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ? അതാണ് ജോത്സരെ ഇവിടെ പ്രശ്നം. നല്ലവനാണെന്നും പാവമാണെന്നൊക്കെ അവൻ എല്ലാരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക.
ഞാനും ഇവളും പറഞ്ഞിട്ട് അവൾ ആരും വിശ്വസിക്കുന്നില്ല. ധനുഷ് അവളെ വിവാഹം കഴിച്ചാ അവളുടെ ജീവിതം ദുരന്തമായിട്ട് മാറും. ഇപ്പൊ പറഞ്ഞിട്ട് മനസ്സിലാവാത്തവര് പിന്നീട് അതോർത്ത് കരയുന്ന കാണാൻ വയ്യാഞ്ഞിട്ടാ ഞങ്ങള് ഇതെങ്ങനെയെങ്കിലും ഒന്ന് തടയാൻ നോക്കുന്നു. അതിനാ ഞങ്ങള് തിരുമേനിയെ കാണാൻ വന്നത്. ഇതിലിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? അത് പറഞ്ഞില്ലല്ലോ. തിരുമേനി, ഞങ്ങൾക്കൊരു സഹായം മാത്രം ചെയ്താൽ മതി. അച്ഛനെയും നന്ദേട്ടനെയും കണ്ട് ഈ വിവാഹം ഇപ്പം നടത്താൻ പാടില്ലെന്ന് പറഞ്ഞാൽ മതി. ഒരു 2 മാസം കഴിഞ്ഞ് ഈ വിവാഹം നടത്താവൂന്ന് പറഞ്ഞ തിരുമേനി പറയുന്നതുകൊണ്ട് അച്ഛനും നന്ദേട്ടനും അത് കേൾക്കും. ആ 2 മാസത്തെ സാവകാശം മതി ഞങ്ങൾക്ക് ധനുഷ് ആരാണെന്ന് എല്ലാരെയും ബോധ്യപ്പെടുത്താൻ. അതെങ്ങനെയാ? ഞാൻ തീയതിയും സമയവും ഇതിനോടകം കുറിച്ചു കൊടുത്തു പോയില്ലേ? അത് സാരമില്ല തിരുമേനി. ഒന്നുകൂടി വിശദമായിട്ട് നോക്കിയപ്പോ ചില തടസ്സങ്ങൾ കണ്ടുവെന്നും അതാണിപ്പോ വന്നതെന്നും പറഞ്ഞാൽ മതി. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ പറയുന്നത് പോലൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഈ പൊരുത്തവും മുഹൂർത്തവും എന്നൊക്കെ പറഞ്ഞ ഈശ്വരനായിട്ട് കാണിച്ചു തരുന്നതാ. ഈശ്വരനെ മറികടന്ന് ഇല്ലാത്ത ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ഞാനും എന്റെ കുടുംബവുമായിരിക്കും. നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ തിരുമേനി? നിങ്ങൾക്ക് നല്ലത് വരാൻ ഞാൻ കള്ളം പറയണോ? ഈശ്വരനെ തള്ളി പറയണോ? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഈശ്വരന്റെ മുന്നില് അയാൾ തെറ്റുകാരനാവണമെന്നില്ല. അതുകൊണ്ട് നല്ല സമയമാകുമ്പോൾ അയാൾക്കൊരു തുണ ഈശ്വരൻ തന്നെ കൊടുക്കും. പറയുന്നതുകൊണ്ട് നിങ്ങൾ മറ്റൊന്നും കരുതരുത്. ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് പലരും വന്ന് എന്നെ കാണാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്ന ഉത്തരമേ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. ഞാൻ പറയുന്നതും കുറിക്കുന്നതും മാറ്റമില്ല. ഈശ്വരനായിട്ട് തീരുമാനിച്ച കാര്യം ഞാൻ കള്ളം പറഞ്ഞു മാറ്റുകയെന്ന് പറഞ്ഞാൽ അതിലും ഭേദം ഞാൻ ഈ പണി അവസാനിപ്പിക്കുന്നതാ. നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങളുടെ വീട്ടുകാർ പോലും വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. പല ആളുകൾക്കും ഭൂതകാലത്ത് പല തെറ്റുകളും സംഭവിച്ചെന്നിരിക്കും. അതൊക്കെ നോക്കിയിരുന്നാൽ ഒരിക്കലും ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്ന ഈ ധനുഷ് ചിലപ്പോ ഇപ്പോ നല്ലവനായി കാണും. അതുകൊണ്ടാണല്ലോ അയാൾക്കിപ്പോ ഒരു കുടുംബം വേണമെന്നും കൂട്ടിനൊരു പെൺകുട്ടി വേണമെന്നും ഒക്കെ തോന്നിയത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വിവാഹത്തിനെതിരെ നിൽക്കണ്ട എന്നാണ്. എന്തിനാ വെറുതെ ഈശ്വരകോപം വാങ്ങിവെക്കുന്നത്? ഇതെന്റെ അഭിപ്രായമാണ്. തീരുമാനം നിങ്ങളുടേതും. മറ്റൊന്നും പറയാനില്ലെങ്കിൽ എനിക്കല്പം ധൃതിയുണ്ടായിരുന്നു. 3-4 പേർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.